പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. നിരണം സ്വദേശി വരുണാണ് പിടിയിലായത്. കേസിൽ ഇനി 3 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യനാണ് ചേരുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷിജോ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, 2 പേരകത്തായിട്ടും എന്തുകൊണ്ട് ബാക്കിയുള്ളവരെ പിടികൂടാൻ ആകുന്നില്ല എന്ന്. അപ്പോൾ ഇയാളുടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. മറ്റുള്ളവരുടെ കാര്യം എന്താണ്? ക്രിസ്റ്റീന, തിരുവല്ലയിലെ സ്പായിലുണ്ടായിട്ടുള്ള കൂട്ടബലാത്സംഗത്തിൽ ആദ്യം 2 പ്രതികൾ മാത്രമാണ് പിടിയിലായത്. സുബിൻ അലക്സാണ്ടറിന്റെ കൂട്ടാളിയായിരുന്ന ബെർലിൻദാസും മാത്രമാണ് പിടിയിലായിരുന്നത്. അതിനു പിന്നാലെ 4 പ്രതികൾ ഒളിവിൽ പോയിരുന്നു. ഇതിൽ 2 പ്രതികൾ നിലവിൽ ബംഗളൂരുവിലേക്ക് കടന്നതായിട്ടുള്ള വിവരം പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് 36 വയസ്സുകാരനായിട്ടുള്ള നിരണം സ്വദേശി വരുൺ കുമാറിനെ ഇന്ന് പുലർച്ചയോടുകൂടി ആലുവയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. ഇയാൾ ആലുവ ഭാഗത്തുണ്ട് എന്ന് ഇയാളുടെ ഫോൺ ഓണായ സമയത്ത് തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് ഇപ്പോൾ വരുൺ പിടിയിലായിട്ടുള്ളത്. ഈ കേസിൽ സുബിൻ അലക്സാണ്ടറിനൊപ്പം നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളാണ് വരുൺകുമാർ എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും ആലുവയിൽ നിന്ന് പിടികൂടിയ വരുണിനെ ഇപ്പോൾ പുലർച്ചെ 6 മണിയോടുകൂടി തിരുവല്ലയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പ്രതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ വരും സമയങ്ങളായിരിക്കും പോലീസിൽ നിന്ന് ലഭിക്കുക. മറ്റ് കുറ്റകൃത്യങ്ങളിലടക്കം ഈ പറയുന്ന വരുൺ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലാകുന്ന 3ാമത്തെ പ്രതിയാണ്. കൂട്ടബലാത്സംഗത്തിൽ നിലവിൽ 6 പ്രതികളാണ് ഉള്ളത്. അതിൽ 3 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. സുബിൻ അലക്സാണ്ടർ, ബെർലിൻദാസ്, ഇപ്പോൾ വരുൺ, ഈ പറയുന്ന 3 പ്രതികളാണ് പിടിയിലായിട്ടുള്ളത്. ഇതിൽ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ സുബിൻ അലക്സാണ്ടറിനെയും ബെർലിൻദാസിനെയും തിരുവല്ല പോലീസ് പിടികൂടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഒളിവിൽ പോയ ഒരു പ്രതി ഇപ്പോൾ വരുണിനെ പിടികൂടിയിരിക്കുന്നത്. ഇനി മറ്റ് 3 പ്രതികൾ ഒളിവിലാണ്. ഒരാൾ, ഈ പറയുന്ന 2 ആളുകൾ ബംഗളൂരുവിലേക്ക് കടന്നു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. മറ്റൊരാൾ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഈ വരുണിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. പരമാവധി വേഗം ബാക്കിയുള്ള ഒളിവിലുള്ള പ്രതികളെ കൂടെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഇക്കഴിഞ്ഞ 1-ാം തീയതിയായിരുന്നു പകൽ 3:30 തിരുവല്ലയിലെ സ്പായിൽ യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. ശരി, ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.